ഏവർക്കും ഒരിക്കൽ കൂടി അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ജിൻസിയാണ്. രാത്രിയിലെ ഭക്ഷണം ഒഴിവാക്കിയാൽ അല്ലെങ്കിൽ അത്താഴം ഒഴിവാക്കിയാൽ വണ്ണം കുറയ്ക്കാനാകുമോ? ഇതിനകത്തിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ശരീരഭാരം കുറയ്ക്കാനായിട്ടുള്ള കഠിന പരിശ്രമത്തിന്റെ ഭാഗമായി മറ്റൊന്നും നോക്കാതെ പലരും അത്താഴം ഒഴിവാക്കാറുണ്ട്. രാത്രി ഭക്ഷണമാണ് വണ്ണം വെക്കുന്നതിന് വില്ലനാകുന്നതെന്നും ഇത് ഒഴിവാക്കിയാൽ പകുതി വണ്ണം പോകുമെന്നും പലരും കരുതുന്നുണ്ട്. പക്ഷെ ഈ ശീലം ആരോഗ്യത്തെ പ്രതികൂലമായി തന്നെ ബാധിക്കും. ഭക്ഷണം ഒഴിവാക്കുന്നത് പോഷകങ്ങളുടെ അഭാവത്തിനും മെറ്റബോളിസം തടസ്സപ്പെടുത്തുന്നതിനും ഇടയാകും. ഇത് ക്ഷീണം, ക്ഷോഭം, ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയ്ക്ക് കാരണമാകും. ശരീരത്തിന് വേണ്ട ഊർജത്തിന്റെ അഭാവവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് ആവശ്യമായ പോഷകങ്ങളും ഇല്ലാത്തതുമാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത്താഴം ഒഴിവാക്കണോ? അത്താഴം ഒഴിവാക്കിയാൽ ശരീരം പട്ടിണിയിലാകും. ഈ അവസ്ഥയിൽ ശരീരം ഊർജം സംരക്ഷിക്കാൻ ശ്രമിക്കും. അത് മെറ്റബോളിസത്തെ മന്ദീഭവിപ്പിക്കും. മെറ്റബോളിസം ശരിയായി നടക്കാതിരുന്നാൽ വണ്ണം കുറയുകയല്ല ചെയ്യുക, പകരം കാലക്രമേണ ശരീരഭാരം കുറയ്ക്കുന്നത് ബുദ്ധിമുട്ടാകും. കൂടാതെ ഭക്ഷണം ഒഴിവാക്കുന്ന അനാരോഗ്യകരമായ ഭക്ഷണത്തോടുള്ള ആസക്തി വർദ്ധിപ്പിക്കും. ഇത് പിന്നീട് അമിത ഭക്ഷണം കഴിക്കുന്നതിലേക്ക് നയിക്കും. അതുകൊണ്ട് തന്നെ അത്താഴം ഒഴിവാക്കുന്നതിന് പകരം സമീകൃത ആഹാരം കഴിക്കാനാണ് വിദഗ്ധർ നിർദ്ദേശിക്കുന്നത്. പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ് എന്നിവ അടങ്ങിയ ഭക്ഷണം ഊർജ്ജനില നിലനിർത്താനും മൊത്തത്തിലുള്ള ആരോഗ്യത്തെ പിന്തുണയ്ക്കാനും സഹായിക്കുന്നു. മാത്രമല്ല, കൃത്യസമയങ്ങളിൽ മുടങ്ങാതെ ഭക്ഷണം കഴിക്കുന്നത് അമിത ഭക്ഷണം കഴിക്കുന്നത് തടയാനും ശരീരഭാരം കൂടുതൽ ഫലപ്രദമായി നിയന്ത്രിക്കാനും സഹായിക്കും. ലഘുഭക്ഷണങ്ങളും നല്ലത്. ഭക്ഷണത്തിനിടയിൽ ആരോഗ്യകരമായ ലഘുഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നത് ശരീരഭാരം നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളെ കൂടുതൽ പിന്തുണയ്ക്കും. അതായത് പഴങ്ങൾ, നട്ട്സ്, തൈര് തുടങ്ങിയ ലഘുഭക്ഷണങ്ങൾ അമിത കലോറി ഇല്ലാതെ ശരീരത്തിന് വേണ്ട പോഷകങ്ങൾ നൽകുന്നു. വിശപ്പകറ്റാനും പ്രധാന ഭക്ഷണ സമയത്ത് അമിതമായ ഭക്ഷണം കഴിക്കാനുള്ള പ്രലോഭനം കുറയ്ക്കാനും ഇവ സഹായിക്കുന്നതാണ്. രാത്രി വൈകി ഭക്ഷണം കഴിക്കരുത്. രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളുടെ മെറ്റബോളിസത്തിന് കാര്യമായ സ്വാധീനം ചെലുത്തും. തിരക്കേറിയ ജീവിതശൈലി കാരണം ഈ ശീലം പലരിലും സാധാരണമാണ്. എന്നിരുന്നാലും ഇത് വിവിധ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. വൈകി ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളുടെ ശരീരം കാര്യക്ഷമമായ പ്രോസസ്സിംഗ് ചെയ്തേക്കില്ല. ശരീരത്തിന്റെ സ്വാഭാവിക സർക്കാഡിയൻ റിതം, ജൈവ ഘടികാരം നിങ്ങളുടെ ശരീരം കലോറി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ബാധിക്കുന്നു. രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്നത് ഈ ചക്രത്തെ തടസ്സപ്പെടുത്തുന്നു. ഇത് മെറ്റബോളിസത്തെ മന്ദഗതിയിലാക്കുകയും ശരീരഭാരം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപകട സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നത് അമിതവണ്ണത്തിനും പ്രമേഹത്തിനുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇത് ഉറക്കത്തിന്റെ ഗുണനിലവാരത്തെയും ബാധിക്കും. കാരണം ഉറങ്ങുമ്പോഴും ദഹന വ്യവസ്ഥ സജീവമായി തുടരുന്നു. ഇത് ഉറക്കത്തെ ബാധിക്കുന്നു. മോശം ഉറക്കം മെറ്റബോളിസത്തെ ദോഷകരമായി ബാധിക്കും. മികച്ച ഭക്ഷണശീലങ്ങൾ. മെറ്റബോളിസത്തെ മെച്ചപ്പെടുത്താൻ വൈകുന്നേരം നേരത്തെ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. രാത്രി വിശപ്പ് അനുഭവപ്പെടുകയാണെങ്കിൽ കനത്ത ഭക്ഷണത്തിന് പകരം പഴങ്ങളോ പരിപ്പുകളോ പോലെയുള്ള ലഘുഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുക. ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പോഷകാഹാര വിദഗ്ധനെയോ ഡയറ്റീഷ്യനെയോ സമീപിക്കുന്നത് നല്ലതാണ്. ഈ പ്രൊഫഷണലുകൾക്ക് വ്യക്തിഗത ആവശ്യങ്ങൾക്കും ജീവിത രീതികൾക്കും അനുയോജ്യമായ വ്യക്തിഗത ഉപദേശം നൽകാൻ കഴിയും. ആത്യന്തികമായി സമീകൃത ആഹാരം നിലനിർത്തുന്നത് ശാരീരികവും മാനസികവുമായ ക്ഷേമത്തിന് നിർണായകമാണ്. അത്താഴം ഒഴിവാക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ എളുപ്പമാണെന്നുള്ള ഒരു പരിഹാരമായി തോന്നിയേക്കാം. എന്നാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ നല്ലതിനേക്കാൾ കൂടുതൽ ദോഷം ചെയ്യും. ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.